ഡോക്ടർ കെ ബാലൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം അത് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നതാണ്. പക്ഷേ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാണുന്നു എന്നുള്ളതിൻ്റെ ഭാഗം കൂടിയാണ് ദേശീയപാതയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്, കുന്നുകൾ ഇടിഞ്ഞു പോകുന്നത്. അത്തരം വലിയൊരു പ്രതിസന്ധി നമ്മുടെ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രദേശം അനുസരിച്ചുള്ള സ്ഥലത്ത് റോഡ് നിർമ്മിക്കുമ്പോൾ സംഭവിക്കുന്നുള്ള ഒരു വീഴ്ചകൾ എന്തെല്ലാമാണ്? നമ്മുടെ ഏത് റോഡ് നിർമ്മാണത്തിലാണ് ആദ്യത്തെ സർവേ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പ്രദേശത്താണ് കട്ട് ചെയ്യേണ്ടി വരിക, ഏതൊക്കെ പ്രദേശത്താണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരിക, ഈ രണ്ട് ഘടകങ്ങളാണ് മേജർ ഒരു രണ്ട് പാരാമീറ്റർ. പിന്നെ ആ റോഡ് പോകുന്ന ഭാഗത്ത് ഏതെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ മണ്ണുണ്ടോ, അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് തന്നെ റോഡിന്റെ ലെയർ തിക്നെസ്സുകൾ പല രീതിയിൽ പറയുന്നു. അപ്പൊ എവിടെ കട്ടിങ് എവിടെ ഫില്ലിങ് എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കട്ടിങ് വരുന്ന പ്രദേശത്ത് മണ്ണ് പരിശോധിക്കാം. അപ്പൊ നമുക്ക് റോഡിന്റെ അലൈൻമെന്റ് വെച്ചുകൊണ്ട് എത്ര മീറ്റർ ഹൈറ്റിന് കട്ടിങ് വേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ശേഷം അവിടെ ഒരു സോയിൽ ടെസ്റ്റ് നടത്തി എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏത് സ്ലോപ്പിലായാലാണ് അത് സേഫായിട്ട് നിൽക്കുക എന്നത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ കേരളത്തിലെ പൊതുവേ ഉള്ള ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ കുട്ടനാട്, അതുപോലെ തന്നെ കൊച്ചിൻ മറൈൻ ക്ലേ, അത് ആ സോഫ്റ്റ് ഏരിയ വരുന്ന കൊച്ചിൻ, കാലിക്കറ്റ്, അതുപോലെ തന്നെ ആലപ്പി ഏരിയാസ് ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് വെട്ടുകല്ല് ചേർന്ന മണ്ണാണ്. പക്ഷെ ഈ വെട്ടുകല്ല് ചേർന്ന മണ്ണ് താഴേക്ക് പോകും തോറും വളരെ സോഫ്റ്റ് ആവുകയും, അപ്പൊ ആ സോഫ്റ്റ് മണ്ണ് ഇടിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞാൽ പതുക്കെ അതിലൂടെ വെള്ളം വാർന്നു വന്നിട്ട് ഈ മണ്ണിനകത്ത് പൈപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകും. ഈ കട്ട് ഓപ്പൺ ചെയ്ത് നിർത്തുകയും ആൾമോസ്റ്റ് വെർട്ടിക്കലാക്കി നിർത്തുകയും ചെയ്യുക ഈ പൈപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകും. അങ്ങനെ പൈപ്പിംഗ് സ്ലോലി ഡെവലപ്പ് ചെയ്തിട്ട് പാളി പോലെ ഈ മണ്ണിങ് അടർന്ന് താഴേക്ക് വീഴും. ഇതാണ് ഇപ്പൊ നമുക്ക് നാഷണൽ ഹൈവേ 66 ഏത് ഭാഗത്തും, പ്രത്യേകിച്ച് വടക്കും കേരളത്തിലേക്ക് പോയാൽ കാണാവുന്ന ഒരു സ്ഥിരം ഫെയിലൂർ ആണ്. അപ്പൊ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും മണ്ണെടുക്കുന്ന സമയത്ത് വെർട്ടിക്കലായിട്ട് നിർത്തരുത്. പരമാവധി എത്ര കണ്ട് സ്ലോപ്പ് കൊടുക്കാവുമോ ആ സ്ലോപ്പ് കൊടുക്കണം. അവിടെയും വീണ്ടും വരുന്ന പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ ആണ്. കാരണം കേരളം നമുക്കറിയാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തിരിക്കുന്ന റോഡിന്റെ വിഡ്ത്ത് കേരളത്തിലെ റോഡിന് കൊടുത്തിട്ടില്ല. കാര്യം സ്ഥലമില്ല, ഡെൻസ്ലി പോപ്പുലേഷൻ ആയതുകൊണ്ടിട്ട് സ്ഥലമെടുപ്പിന് നമ്മൾ എതിർക്കുന്നു. അപ്പം മിനിമൽ സ്ഥലത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലോപ്പ് കൊടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺട്രാക്ടർ സ്റ്റീപ്പായിട്ട് കട്ട് ചെയ്യും. ആ സ്റ്റീപ്പായിട്ട് കട്ട് ചെയ്ത് നിർത്തുന്നത് വെട്ടുകല്ലിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് ലെയറിനകത്താണ്. മഴ വരുന്നതിനെ മഴവെള്ളം ഊർന്നത് ഈ ചെളിയിലൂടെ ഈ സോഫ്റ്റ് ലാറ്ററൈറ്റിന്റെ യെല്ലോയിഷ് കളർ ഉണ്ട്, അല്ലെങ്കിൽ വൈറ്റിഷ് കളർ ആയിട്ടുള്ളതിനകത്തൂടെ ഈ വെള്ളം പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ പുറകോട്ട് ഒരു പൈപ്പ് പോലെ ഫോം ചെയ്ത് ഒരു ഹോളോ സ്പേസ് ഫോം ചെയ്യും. ആ ഹോളോ സ്പേസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടം കൊണ്ട് ഇതെല്ലാം കൂടെ താഴേക്ക് ഇരുത്തും. ആ ഫെയിലൂർ ആണ് പൊതുവേ കേരളത്തിൽ കാണുന്നത്. പക്ഷെ ഇത്രയും വിദഗ്ധർ എല്ലാവരും പറയുന്നത്.